നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ ഈ പ്രോഗ്രാമിൽ നമ്മൾ കാണുന്നു. വളരെ സന്തോഷം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് അല്ലെങ്കിൽ ടിഫിൻ ഐറ്റമാണ്. സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം 4, 5, 6 മണിക്ക് ആ സമയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഡിഷാണ്. ഓക്കെ, ഇതിൻ്റെ പല വെർഷൻസ് ഉണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ വെർഷനാണ്. ഇതിനാവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വരിക. തമിഴിൽ ഇതിന് കോസ്മല്ലി എന്ന് പറയും. ഇത് ഒരു കപ്പ് കടലപ്പരിപ്പ്. ഇത് ഒരു 2 വിസിലോളം കുക്കറിൽ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് ക്യാരറ്റ്, ഇത് ചെറിയ പീസസായി വെച്ചിരിക്കുന്നു. മാങ്ങ അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് ചെറിയ പീസസായി വെച്ചിരിക്കുന്നു. ഇത് തേങ്ങ റെഡിയാക്കി വെച്ചിരിക്കുന്നു. 2 പച്ചമുളക. ഇപ്പോൾ ഈ തേങ്ങയും ഈ പച്ചമുളകയും കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് അരച്ച് കണ്ടില്ലേ, ഒരു പേസ്റ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇത് മല്ലി, കൊത്തമല്ലി വൃത്തിയായി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഉപ്പ്, പിന്നെ കായപ്പൊടി, പെരുങ്കായപ്പൊടി, കടുക്, ഇത് കറിവേപ്പില, പിന്നെ ഒരു ചെറുനാരങ്ങ. ഓക്കെ, ഈ സാമഗ്രികളാണ് നമ്മളിന്ന് ഈ ടിഫിൻ ഐറ്റത്തിന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോസ്മല്ലി ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇപ്പോൾ ഇത് ചെയ്യുന്ന പാചക രീതി നമുക്ക് നോക്കാം. വരിക. നമ്മൾ ഈ കോസ്മല്ലി എന്ന് തമിഴിൽ അറിയപ്പെടുന്ന ഈ ടിഫിൻ ഐറ്റം ഒരു ബൗളിൽ, വൃത്തിയായിട്ടുള്ള ഒരു ബൗളിലാണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്യുന്നത്. ആദ്യം കടലപ്പരിപ്പ് നമ്മൾ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഈ ബൗളിലോട്ട് ഇടുക. അടുത്തത് ക്യാരറ്റ്, ചെറിയ കഷ്ണങ്ങളായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ ഇടുക. ഇത്രയും സിമ്പിളായിട്ട്, ഇത്രയും ഈസി ആയിട്ട്, വളരെ വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണിത്. മാങ്ങ, അതിൻ്റെ പീസസ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അതും ബൗളിൽ ഇടുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ഭക്ഷിക്കാൻ മാത്രമല്ല, ആരോഗ്യത്തിനും വളരെ നല്ല ഒരു ഐറ്റമാണ്. അടുത്തത് തേങ്ങ നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. അത് ഇതിൽ കലർത്തുന്നു. നല്ലപോലെ മിക്സ് ചെയ്യുന്നു. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ വയസ്സുകാർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ നവരാത്രി, പാലക്കാട് ഭാഗത്ത് നവരാത്രി സമയത്ത് നമ്മൾ വീടുകളിൽ സാധാരണ സ്ത്രീകൾ പോകാറുണ്ട്, കുട്ടികളും പോകാറുണ്ട്. അവർക്ക് ഇത് കൊടുക്കും. അടുത്തത് ഈ കൊത്തമല്ലി കട്ട് ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ലപോലെ വാഷ് ചെയ്യണം. ഇത് കൊറോണ സമയമാണ്, അതുകൊണ്ട് ഉപ്പ് സ്വാദിന് അതും ഇതിൽ ചേർക്കുന്നു. നല്ലപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ്, ഓരോ സ്റ്റേജായിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ കലർത്തി ചെയ്യാൻ സാധിക്കില്ല. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് റെഡിയായി, ഓൾമോസ്റ്റ് റെഡിയായി. ഇപ്പോൾ ഗാർണിഷിങ്. ആദ്യം ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്തു. ഫ്ലെയിമിൻ്റെ മുകളിൽ പാൻ വെച്ചു. പാനിൽ അല്പം എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ ഈ കറിവേപ്പില നമ്മൾ വെച്ചിരിക്കുന്നത് നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
കൊറോണ സമയമാണ്. നല്ലപോലെ വാഷ് ചെയ്യണം. കറിവേപ്പില ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു. ഈ കറിവേപ്പില നമുക്കറിയാം നല്ല ശബ്ദത്തോടുകൂടി കുക്ക് ചെയ്യും. പെരുങ്കായപ്പൊടി അതിൽ ചേർക്കുന്നു. കറിവേപ്പിലയും പെരുങ്കായപ്പൊടിയും ഇപ്പം നമ്മൾ റെഡിയാക്കുകയാണ്. ഫ്ലെയിം കുറച്ചു. ഇപ്പോൾ കടുക് അത് ചേർക്കുക. അവസാനം മാത്രമേ കടുക് ചേർക്കാവൂ. 5 അല്ലെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ കടുക് പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഗാർണിഷിങ്ങിന് റെഡിയായി. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഗാർണിഷിങ്ങിന് റെഡിയായി കഴിഞ്ഞു. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ റെഡിയായതും ഈ ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് ഗാർണിഷ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി. ഇപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ടോപ്പിംഗ്. ഈ തേങ്ങ നമ്മൾ വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുന്നു. ടോപ്പിംഗ് ആയി മാത്രമല്ല, ഇതിൻ്റെ സ്വാദിനു കൂടി ഇത് സഹായിക്കും. അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് ഈ നാരങ്ങ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിൽ കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ കട്ട് ചെയ്തതുപോലെ സൂക്ഷിച്ചു വേണം. കയ്യിൽ എവിടെയും കത്തി എവിടെയും കയ്യിൽ തൊടാൻ പാടില്ല, തട്ടാൻ പാടില്ല. അങ്ങനെ ചെറുനാരങ്ങ ഇതിൽ സ്ക്യൂസ് ചെയ്യുന്നു. ചെറുനാരങ്ങ വെള്ളം, അങ്ങനെ നാരങ്ങ വെള്ളം ഇതിൻ്റെ പരക്കെ സ്ക്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ? ഇതെല്ലാ വയസ്സുകാർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, ആരോഗ്യത്തിന് വളരെ 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 നല്ല ഉത്തമമായ ഒരു സംഗതി. അങ്ങനെ തമിഴിൽ കോസ്മല്ലി എന്നറിയപ്പെടുന്ന ഈ ടിഫിൻ നമ്മൾ ഇന്ന് റെഡിയായി. റെഡി ടു സെർവ്. ഓക്കെ സുഹൃത്തുക്കളെ, എത്ര എളുപ്പമാണെന്ന് നോക്കൂ. കോസ്മല്ലി ഇത് തമിഴ്നാട് വീടുകളിൽ പരക്കെ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും വയസ്സായവർക്കും വലിയവർക്കും എല്ലാവർക്കും, ഇത് മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് എനിക്ക് മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ @gmail.com ഈ ഇമെയിൽ ഐഡിയിലോട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക. ധാരാളം പേർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഇത് ലൈക്ക് ചെയ്ത് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഓക്കെ, സോ നമ്മൾ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.